അടുത്തതായിട്ട് നമ്മൾ പോളിനോമിയൽസിലെ സ്പെഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ സവിശേഷ വാചകങ്ങൾ എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. 3 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും നീളവും വീതിയുമുള്ള ഒരു ചതുരം എടുത്തിട്ട് അതിന്റെ വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലേ. അപ്പൊ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതും ഏരിയ കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള ബീജഗണിത സമവാക്യങ്ങളും കിട്ടിയായിരുന്നു. അപ്പൊ ഇതായിരുന്നു ആ ബീജഗണിത സമവാക്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഇക്വേഷൻസ്. പെരിമീറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x + 10 ആയിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആയിരുന്നു ഇത് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ നമ്മൾ ഈ 3 ഇക്വേഷൻസ് കൂടെ നോക്കുമ്പോൾ എന്തെങ്കിലും പൊതുവായിട്ടുള്ള സ്വഭാവം ഈ ഇക്വേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലായി. നോക്കിയേ, ഇവിടെ ഒരു എക്സിന്റെ ടേം ഉണ്ട് അല്ലെ, ഇവിടെയും ഉണ്ട് എക്സുകള്, ഇവിടെയും ഉണ്ട് എക്സുകള് അല്ലെ. അപ്പൊ ഈ 3ലും നോക്കിയേ, ഇവിടെ എക്സ് എന്ന് പറയുന്നത്, എക്സിന്റെ പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എക്സിന്റെ മുകളിൽ കിടക്കുന്ന നമ്പർ, അതിനെയാണ് പവർ എന്ന് പറയുന്നത് അല്ലെ. പവർ അല്ലെങ്കിൽ എന്താണ്? കൃതി. പവറിന്റെ മലയാളമാണ് കൃതി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എക്സിന്റെ കൃതി എന്ന് പറയുന്നത് 1 ആണല്ലേ. ഇവിടെ നോക്കിയാലോ, ഇവിടെ എക്സിന്റെ കൃതി 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട് അല്ലെ. ഇവിടെ 3 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എക്സ് എന്ന് പറയുന്ന സംഖ്യ അല്ലെ, എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ പല കൃതികൾ ഇവിടെ കിടപ്പുണ്ട്. അതായത് ഇവിടെ 1 ആണ് കൃതിയെങ്കിൽ ഇവിടെ എന്താണ്? 2ഉം 1ഉം ഉണ്ട് അല്ലെ. ഇവിടെ 3, 2, 1. അപ്പൊ ഈ പല കൃതികളുള്ള ഈ എക്സിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ, ഗുണിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, എക്സിനെ, അതായത് ഇവിടെ എക്സിന്റെ കൃതി 1 ആണ്, 1 കൃതിയായിട്ടുള്ള എക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 2 കൃതിയായിട്ടുള്ള എക്സ് ആണ്, എക്സിനെ ഇവിടെ 1 ഉണ്ടല്ലേ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ 1 കൃതിയായിട്ടുള്ള എക്സിനെ 5 കൊണ്ട് ഗുണിക്കുന്നു. അതുപോലെയാണ് ഇവിടെയും. ഗുണിച്ചതിന് ശേഷം ആ കിട്ടിയ ആ ഗുണിതങ്ങളെയും വേറെ ഓരോ സംഖ്യകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഒരു ബീജഗണിത സമവാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എക്സിന്റെ പല കൃതികൾ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ആ പല കൃതിയുള്ള എക്സിന്റെ കൂടെ ഓരോ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ അല്ലെ, ഒരു നമ്പർ കൊണ്ട് അതിനെ കൂട്ടുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു ഇക്വേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണപ്പെടുന്ന ഈ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻസിനെ അല്ലെങ്കിൽ ബീജഗണിത സമവാക്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ ഒരു 3-4 ഓൾജിബ്രൈക് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, ബീജഗണിത സമവാക്യങ്ങൾ. ഇതെല്ലാം പോളിനോമിയൽസ് ആണോ ബഹുപദങ്ങളാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കിയേ, x² - 5x + 6 എന്നാണ് അല്ലെ. നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസിലെല്ലാം സമ്മിന്റെ, അതായത് കൂട്ടുന്ന ഇക്വേഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ ഒരെണ്ണം എന്താണ്? മൈനസ് ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് എങ്ങനെ പറയാം? കൂട്ടുവാണെങ്കിലും കുറയ്ക്കുവാണെങ്കിലും അതൊന്നും ഒരു വിഷയമേ അല്ല. കൂട്ടുവാണെങ്കിലും കുറയ്ക്കുവാണെങ്കിലും ഇത് എന്ത് തന്നെയാണ്? പോളിനോമിയൽ തന്നെയാണ് അല്ലെ. അതായത് ഇവിടെ എക്സ് ഉണ്ടോ എന്ന് നോക്കുക, എക്സിന് കൃതി ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ തന്നെ വേറൊരു സംഖ്യ ഉണ്ടോ എന്ന് നോക്കുക. അതിനെല്ലാം കൂടെ കൂട്ടിയാലും കുറച്ചാലും എന്താണ്? ഇതൊരു പോളിനോമിയൽ തന്നെയാണ് അല്ലെ, ബഹുപദം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതും ഒരു പോളിനോമിയൽ ആയിരിക്കുമല്ലോ. ആണ്. അടുത്ത ഇക്വേഷൻ നോക്കിയേ, ഇവിടെ വ്യത്യാസമായിട്ടൊരു റൂട്ട് വന്നിട്ടുണ്ടല്ലേ. അതായത് എക്സിനാണ് റൂട്ട് വന്നേക്കുന്നത്. എക്സിന്റെ കൂടെയുള്ള ഈ ഗുണിതത്തിനല്ല, അതായത് ഈ ഒരു സംഖ്യക്കല്ല റൂട്ട് വന്നേക്കുന്നത്, എക്സിനാണല്ലേ. അങ്ങനെ വരുവാണെങ്കിൽ, എക്സിന് റൂട്ട് വരുവാണെങ്കിൽ ഇതൊരു പോളിനോമിയൽ അല്ല. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടുത്തെ എക്സ് നോക്കി, ഇവിടുത്തെ എക്സ് അതിന്റെ റെസിപ്രോക്കൽ ആണല്ലേ, വ്യുൽക്രമമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും എന്താവില്ല? ഒരു പോളിനോമിയൽ ആകില്ല. അപ്പൊ പോളിനോമിയൽ ആവാത്ത 2 കേസ്, ഒന്ന് റൂട്ട് വരിക, എവിടെയാണ്? എക്സിന് റൂട്ട് വരിക, അതുപോലെ തന്നെ എക്സിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അങ്ങനെ വരുവാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കത്തില്ല? പോളിനോമിയൽ ആയിരിക്കത്തില്ല. നമ്മുടെ ഈ പോളിനോമിയലിലെ ഏറ്റവും വലിയ കൃതി ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ നോക്കിയേ, 4x + 10 എന്നാണ് അല്ലെ. അതായത് ഈ എക്സ് എന്ന് പറയുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ കൃതി എത്രയാണ്? പവർ എത്രയാണ്? 1 തന്നെയാണ് അല്ലെ. ഈ എക്സിന്റെ പവർ എത്രയാണോ അത് തന്നെയായിരിക്കും ഈ പോളിനോമിയലിന്റെയും പവർ എന്ന് പറയുന്നത്. അതായത് പോളിനോമിയലിന്റെയും ബഹുപദത്തിന്റെയും കൃതി എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും അല്ലെ. ഇനി അടുത്ത ഈ ഒരു സമവാക്യം നോക്കിയേ. ഈ സമവാക്യത്തില് എക്സിന്റെ ഏറ്റവും വലിയ പവർ ഏതാണ്? എക്സിന് ഇവിടെ 2 ഉണ്ട്, അതായത് ഇവിടെ എക്സിന് 1 ഉണ്ട്. അപ്പൊ ഏറ്റവും വലിയ പവർ ഏതാണ്? 2 ആണ് അല്ലെ. അതായത് ഈ ഒരു പോളിനോമിയലിന്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അന്നേരം 2 ആയിരിക്കും. അതായത് കൃതി എന്ന് പറയുന്നത് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ കൃതി എത്രയായിരിക്കും? 3 ആണല്ലേ. കാരണം എന്താണ്? ഈ ഒരു പോളിനോമിയലിലെ എക്സുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആ 3 എക്സുകളിലെയും
ഏറ്റവും വലിയ പവർ ഏതാണോ, ഏറ്റവും വലിയ കൃതി ഏതാണോ, അതായിരിക്കും ആ ഒരു പോളിനോമിയലിന്റെയും കൃതി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ കൃതി 3 ആയിരിക്കുമല്ലോ. അതായത് ഈ പോളിനോമിയലിന്റെ പവർ എന്ത് തന്നെയാണ്? 3 തന്നെ ആയിരിക്കും. അപ്പൊ ഈ പോളിനോമിയലിന്റെ പവറിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രി ഓഫ് പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദത്തിന്റെ കൃത്യങ്കം. അപ്പൊ നമ്മുടെ ഈ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ പോളിനോമിയലിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ അങ്ങനെ പറയുന്നുണ്ട്. അതായത് കൃത്യങ്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ബഹുപദങ്ങളെ എങ്ങനെയാണ് പറയുന്നത്? ഒന്നാം കൃതി ബഹുപദം, രണ്ടാം കൃതി ബഹുപദം, മൂന്നാം കൃതി ബഹുപദം എന്നിങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ഏറ്റവും വലിയ കൃതി എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. തേർഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ മൂന്നാം കൃതി ബഹുപദം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കൃതി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം ആണ്, സാമാന്യ രൂപമാണ് ax പ്ലസ് ബി. എക്സ് കണ്ടല്ലോ ഇവിടെ. അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം ആണ് ax² പ്ലസ് bx പ്ലസ് സി. തേർഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ മൂന്നാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സാമാന്യ രൂപമാണ് അല്ലെങ്കിൽ പൊതുവായ രൂപമാണ് ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് ഡി. അതുപോലെ തന്നെ നമുക്കിവിടെ എക്സിന് ഏത് വാല്യൂ വേണേലും ഇട്ട് കൊടുക്കാം അല്ലെ. പോസിറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം, 1, 2, 3, അതുപോലെ തന്നെ -1, -2 ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എക്സിന് ഇട്ട് കൊടുക്കാം അല്ലെ. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, എയും ബിയും ഒക്കെ കണ്ടോ ഇവിടെ, ABCD ഈ നമ്പേഴ്സിനൊന്നും ഒരിക്കലും എന്ത് വരത്തില്ല? മാറ്റം വരത്തില്ല. എക്സിന് മാത്രമേ നമുക്ക്, അതുകൊണ്ടാണ് എക്സിനെ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സിനെ നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും, പക്ഷെ ABC ഒന്നും നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. എക്സിന്റെ കൂടെ വരുന്ന ആ സംഖ്യ കണ്ടോ? അതായത് ഇവിടെ എക്സിന്റെ കൂടെ വരുന്ന നോക്കിയേ, എക്സിന്റെ കൂടെ A വരുന്നുണ്ട് അല്ലെ, A. ഇവിടെ എക്സുകളുടെ കൂടെ ഏതൊക്കെ വരുന്നുണ്ട്? x² കൂടെ A വരുന്നുണ്ട്, എക്സിന്റെ കൂടെ B വരുന്നുണ്ട്. ഇവിടോ x³ കൂടെ A, x² കൂടെ B, എക്സിന്റെ കൂടെ സി. അപ്പൊ ഇങ്ങനെ എക്സുകളുടെ കൂടെ വരുന്ന ആ സംഖ്യകളെയാണ് നമ്മൾ കോ എഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? എക്സുകളുടെ കൂടെ വരുന്ന ആ സംഖ്യകളെ വിളിക്കുന്ന പേരാണ് കോ എഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പോളിനോമിയലിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതായിരിക്കും? എക്സ് നോക്കുക, എക്സ് ഇതാണല്ലേ, എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? ബി. x² കോഎഫിഷ്യന്റോ? x² കോഎഫിഷ്യന്റ് A ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഗുണകങ്ങളെ റിയൽ നമ്പേഴ്സിലെ ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അതായത് നമുക്ക് നാച്ചുറൽ നമ്പർ കൊടുക്കാം, ഹോൾ നമ്പേഴ്സ് കൊടുക്കാം, ഫ്രാക്ഷൻസ് കൊടുക്കാം, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കാം, ഏത് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഈ ഗുണകങ്ങൾക്ക് കൊടുക്കാം. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 183 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 പാർട്ട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തന്നിരിക്കുന്ന അളവുകൾ തമ്മിലുള്ള ബന്ധം പോളിനോമിയൽ ആണോ എന്ന് പറയണം, അല്ലെങ്കിൽ ബഹുപദമാണോ എന്ന് പരിശോധിക്കുക. എന്നിട്ട് അതിന്റെ കാരണം നമുക്ക് എഴുതണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സ്ക്വയർ പാർക്ക്, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു മൈതാനം, ആ മൈതാനത്തിന്റെ ചുറ്റും 1 മീറ്റർ വീതിയുള്ള ഒരു വഴിയും ഉണ്ട്. അപ്പൊ ആ സ്ക്വയർ പാർക്കിന്റെ സൈഡും അതുപോലെ തന്നെ ആ വഴിയുണ്ടല്ലോ അതിന്റെ ഏരിയയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് പോളിനോമിയൽ ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട പടം. നോക്കിയേ, ഈ റെഡ് കളറിൽ വരച്ചേക്കുന്ന സ്ക്വയർ കണ്ടോ? ആ സ്ക്വയർ ആണ് നമ്മുടെ മൈതാനം അല്ലെങ്കിൽ ആ പാർക്ക് എന്ന് പറയുന്നത്. ആ പാർക്കിന് ചുറ്റും 1 മീറ്റർ വിഡ്ത്തുള്ള, അതായത് ഈ കൊടുത്തേക്കുന്ന വിഡ്ത്ത് കണ്ടോ, വീതി കണ്ടോ? ഈ വീതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ ആണല്ലേ. 1 മീറ്റർ വീതിയുള്ള ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വിഡ്ത്തും എന്ത് തന്നെയാണ്? 1 മീറ്റർ ആണ്. അപ്പൊ 1 മീറ്റർ വീതിയുള്ള ഒരു പാതയും ഉണ്ട് അല്ലെ. അപ്പൊ ഈ പാതയാണിത് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1 മീറ്റർ വീതിയുള്ള ഒരു പാതയും നമ്മുടെ ഈ മൈതാനത്തിന്റെ ചുറ്റുമുണ്ട്. ഇനി എന്ത് റിലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ കൊടുത്തിരിക്കുന്ന അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്വയർ കണ്ടോ, അതിന്റെ ഒരു സൈഡ്, ആ സൈഡും അതുപോലെ തന്നെ ഈ പുറത്തുള്ള ഈ പാതയുടെ ഏരിയ, അതായത് ഇത്രയും ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഭാഗത്തിന്റെയും ഏരിയയും തമ്മിലുള്ള റിലേഷനാണ് പോളിനോമിയൽ ആണോ എന്ന് നോക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ അകത്ത് കിടക്കുന്ന ഈ സ്ക്വയർ ഉണ്ടല്ലോ, നമ്മുടെ പാർക്ക്, നമ്മുടെ മൈതാനത്തിന്റെ ഒരു സൈഡിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലെ. മൈതാനത്തിന്റെ ഒരു സൈഡിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഇനി അടുത്ത എന്താണ്? ഈ പാതയുടെ ഏരിയ ആണ്. ഏരിയ എന്ന് വെച്ചാൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്കറിയാവോ? ഇല്ല അല്ലെ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ചാപ്റ്ററാണ്? സർക്കിൾ മെഷേഴ്സിനകത്ത് വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഷേപ്പ് തരുവാണെങ്കിൽ നമ്മൾ
ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ടോട്ടൽ, അതായത് വലിയ സ്ക്വയർ എടുക്കും, വലിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കും. അതിനുശേഷം ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും, വലുതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നിന്നും ഇത്രയും പാർട്ടങ്ങ് മൈനസ് ചെയ്യും, കുറയ്ക്കും. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർട്ട് കിട്ടുമല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൈതാനം എന്ന് പറയുന്ന ഈ റെഡ് കളറാണ്, അത് ഓർത്തോണം. ആ പാർക്കിന്റെ ഒരു സൈഡിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. നമുക്ക് മൈതാനത്തെ സംബന്ധിച്ച്, ഈ പാർക്കിനെ സംബന്ധിച്ച് ഒരു സൈഡ് മാത്രം മതി അല്ലെ. അപ്പൊ അതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്, ഈ ഒരു പാതയുടെ ഏരിയ ആണ് വേണ്ടത്, പരപ്പളവാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ഈ ഒരു വലിയ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കും അല്ലെ. മൊത്തത്തിലുള്ള ഈ ഒരു പ്രദേശത്തിന്റെ ഏരിയ കണ്ടുപിടിക്കും. അതിനായിട്ട് നമുക്ക് എന്ത് വേണം, ഈ വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് വേണം അല്ലെ. ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ് ആണെന്ന് അറിയാം അല്ലെ. അതായത് ഈ ഭാഗം മുതൽ ഈ ഭാഗം വരെ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇങ്ങോട്ട് എന്താണ്, ഈ വീതി എന്താണ്, ഇങ്ങോട്ട് 1 ആണ് അല്ലെ. അതുപോലെ ഇങ്ങോട്ടുള്ള ഈ വീതിയോ, അതും 1 ആണ്. അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എക്സ്, ബാക്കി എന്തോ ഉണ്ട് 1+1, അതായത് മൊത്തം എത്ര വരും, x+2 എന്ന് വരും അല്ലെ. അതുപോലെ തന്നെ പാതയുടെ വീതി എത്രയാണ്, 1 മീറ്റർ ആണ് അല്ലെ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പാത ഉൾപ്പെടെയുള്ള മൈതാനത്തിന്റെ വശമാണ് കണ്ടുപിടിക്കേണ്ടത്. പാത ഉൾപ്പെടെ എന്ന് വെച്ചാൽ പാത ഇതാണല്ലോ. അപ്പൊ പാത ഉൾപ്പെടെ ഈ ഒരു മൈതാനം എന്ന് പറയുമ്പോൾ എന്താണ്, മൈതാനം ഇത്രയേ ഉള്ളൂ, അതിന്റെ കൂട്ടത്തിൽ ഈ പാതയും കൂടെ വരുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഒരു വലിയ മൈതാനത്തിന്റെ, അതായത് പാത ഉൾപ്പെടെ വരുന്ന ഈ ഒരു വലിയ മൈതാനത്തിന്റെ ഒരു വശം എത്ര കിട്ടി, x+2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൈതാനത്തിന്റെ, അതായത് ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എങ്ങനെ കിട്ടും നമുക്ക്, ഇതും ഒരു സ്ക്വയർ ആണല്ലേ. എല്ലാ വശത്തിന്റെയും വീതി 1 മീറ്റർ വീതമാണല്ലേ. അപ്പൊ ഈ വലുതും എന്ത് തന്നെയാണ്, വലുതും ഒരു സ്ക്വയർ തന്നെയാണ്. അപ്പൊ അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിന്റെ ഒരു വശം നമുക്ക് x+2 ആണെന്ന് അറിയാം, അതിന്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലെ. അല്ലെങ്കിൽ വശം ഗുണം വശം എടുത്താൽ മതി, ഇതിന്റെ ഏരിയ കിട്ടും, ഈ മൊത്തത്തിലുള്ളതിന്റെ ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എഴുതേണ്ടത് ഏരിയ കഴിഞ്ഞിട്ട് ഓഫ് ദ പാർക്ക് ഇൻക്ലൂഡിംഗ് പാത്ത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ പാതയുൾപ്പെടെയുള്ള മൈതാനത്തിന്റെ പരപ്പളവ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. x+2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, a+b ദ ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ആദ്യം a സ്ക്വയർ അല്ലെ, a² + 2ab + b² എന്നാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x+2 ദ ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യും, x² + 2 × ab എന്നാണല്ലേ, 2 × a × b എന്നാണല്ലേ. ഇത് എയും ഇത് ബിയും ആണെങ്കിൽ 2 × a × b എന്നാണ്. അപ്പൊ 2 × എക്ക് പകരം ഇവിടെ എന്താണ്, എക്സ് ആണ്. എക്സ് × വീണ്ടും ഒരു 2 വരുന്നുണ്ടല്ലേ, ബിക്ക് പകരം 2. അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇവിടെ, 4 എന്ന് എഴുതാമല്ലോ. 2 × 2 4 ആണ്, പിന്നെ ഒരു എക്സ്, 4x എന്ന് കിട്ടുമല്ലോ. പ്ലസ് 2ന്റെ സ്ക്വയർ, അതായത് ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയാണ്, 4. നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ളതിന്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് x² + 4x + 4 എന്ന് കിട്ടി അല്ലെ. ശരിക്കും നമുക്ക് അതായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പാതയുടെ പരപ്പളവാണ്. അപ്പൊ പാതയുടെ പരപ്പളവ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മൊത്തത്തിലുള്ള സ്ക്വയറിന്റെ പരപ്പളവ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ ചെറിയ നമ്മുടെ മൈതാനത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. മൈതാനത്തിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ അതിന്റെ പരപ്പളവ് എന്തായിരിക്കും, x² ആയിരിക്കും അല്ലെ. x × x² ആയിരിക്കും. അപ്പൊ മൈതാനത്തിന്റെ പരപ്പളവ് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ വലിയ പരപ്പളവിന്റെ, അതായത് ഈ പാത ഉൾപ്പെടെയുള്ള ഈ വലിയ പരപ്പളവിൽ നിന്നും മൈതാനത്തിന്റെ പരപ്പളവായ x² അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൈതാനത്തിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം വരും അല്ലെ. അത് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗം കിട്ടും അല്ലെ. അതായത് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവായിരിക്കും കിട്ടുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് അത് എഴുതാം. അപ്പൊ നമ്മുടെ പാർക്കിന്റെ അല്ലെങ്കിൽ മൈതാനത്തിന്റെ പരപ്പളവ് x² ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏരിയ ഓഫ് പാത്ത് അല്ലെങ്കിൽ പാതയുടെ പരപ്പളവ്, ആ ഒരു പാതയുടെ പരപ്പളവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, ആ മൊത്തം ഗ്രൗണ്ടിന്റെ, അതായത് ആ പാത ഉൾപ്പെടുന്ന ആ ഗ്രൗണ്ടിന്റെ പരപ്പളവ് നമുക്ക് കിട്ടിയായിരുന്നു അല്ലെ. എത്ര കിട്ടിയായിരുന്നു, x² + 4x + 4 എന്നായിരുന്നു അല്ലെ. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, നമ്മുടെ ഈ ഒരു പാർക്കിന്റെ പരപ്പളവ് അങ്ങ് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² - x² എന്താണ്, അത് ക്യാൻസൽ ആയി പോകും അല്ലെ. ബാക്കി എന്ത് കിട്ടും, 4x + 4 എന്ന് കിട്ടും. അപ്പൊ അതായിരിക്കും നമ്മുടെ ആ പാത്തിന്റെ, ആ ചുറ്റുമുള്ള ആ ഒരു പാതയുടെ പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്നതുണ്ട്, ഈ ഒരു ഭാഗം കണ്ടല്ലോ, അതായത് പാത, ആ പാതയുടെ പരപ്പളവ് എത്ര കിട്ടി, 4x + 4 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലേ, അതിനൊരു കൃതിയും ഉണ്ടല്ലേ. ഇവിടുത്തെ കൃതി എത്രയാണ്, 1 ആണ്. ആ കൃതിയോടടങ്ങിയ ആ എക്സിനെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നുണ്ടല്ലേ.
അതുപോലെ വേറൊരു സംഖ്യ കൊണ്ട് അതിനെ കൂട്ടുന്നുമുണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും? ഒരു പോളിനോമിയൽ ആണ് അല്ലെ, ഒരു ബഹുപദമാണ്. ഇവിടെ എക്സിന് എന്ത് വരുന്നില്ല? എക്സിന്റെ റൂട്ട് വരുന്നില്ല. അതുപോലെ എക്സിന്റെ റെസിപ്രോക്കൽ വിൽക്രമം വരുന്നില്ല. അതുകൊണ്ട് എന്താണ്? ഇതൊരു പോളിനോമിയൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4x+4 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിനോമിയൽ ആണ്. അതിന്റെ കാരണം എന്താണ്? എക്സ്പൊണന്റ് ഓഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലെ. എക്സിന്റെ കൃത്യംഗം എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. അടുത്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ടാണ് പറയുന്നത്. 7 ലിറ്റർ വാട്ടറും 3 ലിറ്റർ ആസിഡും കൂടെ ചേർന്ന ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു ദ്രാവകം. ആ ദ്രാവകമാണിത്. അതായത് ഈ ഒരു ദ്രാവകം എന്ന് പറഞ്ഞാൽ 7 ലിറ്റർ വാട്ടറും 3 ലിറ്റർ ആസിഡും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു ദ്രാവകമാണ്. ഇതിനകത്തേക്ക് വീണ്ടും ആസിഡ് ഒഴിക്കുവാണ്. വീണ്ടും നമ്മൾ എന്താ ഒഴിക്കുന്നത്? ആസിഡാണ് ഒഴിക്കുന്നത്. ആ ഒഴിക്കുന്ന ആസിഡിന്റെ അളവ് നമുക്ക് അറിയത്തില്ല. എത്രയാണ് ഒഴിക്കുന്നതെന്ന് അറിയത്തില്ല. അതിനെ നമ്മൾ എക്സ് എന്നെടുത്തു. അപ്പൊ ആ ഒഴിക്കുന്ന ആസിഡിന്റെ അളവും, അപ്പൊ ഈ ഒരു എക്സ് നമ്മൾ നോക്കി വെച്ചോണം. അതുപോലെ തന്നെ ഈ ദ്രാവകത്തിലെ ആസിഡിന്റെ ശതമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റവും, ദ്രാവകത്തിൽ ഒരു ആസിഡ് ഉണ്ടായിരിക്കുമല്ലോ. ആദ്യം ആ ആസിഡ്, അതായത് ഈ എക്സ് ഒഴിക്കുന്നതിന് മുന്നേ എന്താണ് ഇതിനകത്തിലുള്ള ആസിഡിന്റെ ശതമാനം, എത്ര ശതമാനം ഉണ്ട്, ആ ശതമാനവും ഇനി എക്സ് ഒഴിച്ചതിന് ശേഷം ഈ ദ്രാവകത്തിലെ ആസിഡിന്റെ ശതമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം, അന്നേരം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ ആദ്യം നമുക്ക് എന്തെഴുതാം? നമ്മുടെ ദ്രാവകത്തിലെ വെള്ളത്തിന്റെ വ്യാപ്തം എഴുതാം അല്ലെ. വെള്ളം എത്ര ഉണ്ടായിരുന്നു? 7 ലിറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ ആസിഡിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 3 ലിറ്ററുമാണ് അല്ലെ. നമ്മുടെ ഈ ലിക്വിഡിലെ ആസിഡിന്റെയും വാട്ടറിന്റെയും വ്യാപ്തം നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? ഇതിനകത്ത് ആകെ എത്രയുണ്ട്? 7 ലിറ്റർ വെള്ളവും 3 ലിറ്റർ ആസിഡും കൂടെ ചേർന്ന് മൊത്തത്തിൽ എത്ര ലിറ്റർ ഉണ്ട്? 10 ലിറ്റർ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ ഈ ദ്രാവകത്തിലുള്ള ഈ ലിക്വിഡിലുള്ള ആസിഡിന്റെ ശതമാനം, ആസിഡിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ എക്സ് അളവിൽ വീണ്ടും ആസിഡ് ഒഴിക്കും അല്ലെ. അന്നേരമുള്ള ആ ഒരു ആസിഡിന്റെ പെർസെന്റേജ് ശതമാനവും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് ഒഴിക്കുന്നതിന് മുന്നേ, എക്സ് ഒഴിക്കുന്നതിന് മുന്നേ ഉള്ള ആസിഡിന്റെ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ദ്രാവകത്തിലെ ആസിഡിന്റെ ശതമാനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ എത്ര ലിറ്റർ ആണ് ആസിഡ് ഉള്ളത്? 3 ലിറ്റർ ആണ് അല്ലെ. ടോട്ടൽ എത്രയുണ്ട്? ടോട്ടൽ 10 ലിറ്റർ ആണ്. അതായത് 10 ലിറ്ററിൽ 3 മാത്രമാണ് ആസിഡ് അല്ലെ. ഇനി അതിനെ ശതമാനത്തിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ട് ഗുണിക്കുകയും കൂടെ ചെയ്യണം അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ പെർസെന്റേജ് ഓഫ് ആസിഡ് ഇൻ ദ ലിക്വിഡ്. ഇപ്പൊ നിലവില് ഈ ഒരു ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ ശതമാനം എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും അധികമായിട്ട് ആസിഡ് ഒഴിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ഒഴിക്കുന്ന ആസിഡിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, അളവെന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ലിറ്റർ ആണ്. എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് എടുത്തല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദ്രാവകത്തിൽ ഇപ്പം എക്സ് ലിറ്റർ ആസിഡും കൂടെ ഉണ്ടല്ലേ. എക്സ് ലിറ്റർ ആസിഡും കൂടെ ചേർന്ന ഒരു ദ്രാവകമാണ് ഇത്. 3 ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു, അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എക്സ് ലിറ്ററും കൂടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ടോട്ടൽ ഈ ഒരു ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡ് കാണും? നേരത്തെ 3 ലിറ്റർ ഉണ്ടായിരുന്നു, 3. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ആരൂടെ വന്നു? എക്സും കൂടെ വന്നല്ലേ. അപ്പം 3 + എക്സ് ലിറ്റർ ആയി ആസിഡിന്റെ അളവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ വോളിയം എത്രയായിരിക്കും? നമുക്ക് വാട്ടറിന്റെ ആവശ്യമില്ല. ടോട്ടൽ വോളിയം എത്രയായിരിക്കും? ടോട്ടൽ ഇതിനകത്തിൽ ആദ്യം 10 ലിറ്റർ ആയിരുന്നു അല്ലെ. 7 ലിറ്റർ വാട്ടറും 3 ലിറ്റർ ആസിഡും കൂടെ ചേർന്ന് 10 ലിറ്റർ ആയിരുന്നു ആകെ വ്യാപ്തം. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ എക്സ് ലിറ്റർ കൂടെ വന്നു. എക്സ് ലിറ്റർ ആസിഡ് ആണ് വന്നത്. എന്നാൽ പോലും നമുക്ക് എന്ത് എഴുതാം? 10 + എക്സ് ലിറ്റർ ആണ് ഇവിടുത്തെ ആകെ വ്യാപ്തം എന്ന് പറയാം. അപ്പൊ പുതുതായിട്ട് വന്ന ആസിഡിന്റെ വ്യാപ്തം നമുക്ക് 3 + എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ടോട്ടൽ വ്യാപ്തം എന്ന് പറയുന്നത് 10 + എക്സ് എന്നും പറയാം അല്ലെ. അപ്പൊ ആസിഡിന്റെ ടോട്ടൽ വോളിയം, ആകെ വ്യാപ്തം എന്ന് പറയുന്നത് ഇപ്പൊ എത്രയായി? 3 + എക്സ് ലിറ്റർ ആയി അല്ലെ. അതുപോലെ തന്നെ ലിക്വിഡിന്റെ ആകെ വ്യാപ്തം എത്രയായി? 10 + എക്സ് ലിറ്ററുമായി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിലുള്ള ആസിഡിന്റെ ശതമാനം നമുക്ക് നോക്കാം. നിലവിലുള്ള ആസിഡ് എത്രയാണ്? 3 + എക്സ് ആണ് അല്ലെ. അത് എത്രയിലാണ്? ടോട്ടൽ 10 + എക്സിലാണ് 3 + എക്സ് എന്തായിട്ട് വന്നേക്കുന്നത്? ആസിഡ് ആയിട്ട് വന്നേക്കുന്നത് അല്ലെ. ഇനി അതിനെ ശതമാനത്തിലാക്കണമെങ്കിൽ × 100 കൂടെ ചെയ്യണം. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ആകെ ഉണ്ടായിരുന്ന ആസിഡിന്റെ, അതായത് ദ്രാവകത്തിലെ ആദ്യത്തെ ആസിഡിന്റെ ആ ശതമാനം ഉണ്ടല്ലോ, ആ ശതമാനവും ഇപ്പൊ ഉള്ള, അതായത് നമ്മൾ എക്സ് ലിറ്റർ കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ള ആസിഡിന്റെ ശതമാനവും കൂടി അതിന്റെ മാറ്റമാണ്, ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പം എത്ര കൂടി, അതായത് ആദ്യത്തെ ശതമാനം എത്രയാണോ അതിൽ നിന്ന് എത്ര കൂടി ഇപ്പോഴത്തെ ശതമാനം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ചേഞ്ച്, മാറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ പെർസെന്റേജിൽ നിന്നും പഴയ പെർസെന്റേജ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ശതമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഇപ്പോൾ ഉള്ള ശതമാനം ആസിഡിന്റെ ആണ്, ആസിഡിന്റെ ഇപ്പോഴത്തെ ശതമാനത്തിൽ നിന്നും പഴയ ശതമാനം അങ്ങ് മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ നമുക്ക് ഈ 100നെ ഇനി പുറത്തെടുക്കാമല്ലോ. അപ്പൊ ഇവിടെ 3 + x / 10 + x മൈനസ് 3/10 എന്ന് എഴുതാമല്ലോ. ബ്രാക്കറ്റിന്റെ പുറത്ത് നമുക്ക് എന്തെടുക്കാം? 100 എടുക്കാം അല്ലെ. ഇൻറ്റു 100 ബ്രാക്കറ്റിന്റെ പുറത്തെടുക്കാം. അപ്പൊ പേഴ്സൻറ്റേജിൽ ഉണ്ടാകുന്ന മാറ്റം, ശതമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എത്രയാണ്? 3 + x / 10 + x മൈനസ് 3/10 ഇൻറ്റു 100 എന്നാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഇതൊരു പോളിനോമിയൽ ആണോ, ഇതൊരു ബഹുപദമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ബഹുപദമായിരിക്കുമോ? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദത്തിൽ ഒരു എക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു പോളിനോമിയൽ അല്ല. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ അല്ലെ, ഇത് പോളിനോമിയൽ അല്ല. കാരണം എന്താണ്? എക്സ് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. ഛേദത്തിൽ എന്ത് വരുന്നുണ്ട്? എക്സ് വരുന്നുണ്ട്. അടുത്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാണ്. മൂന്നാമത്തെ പാർട്ടി പറഞ്ഞേക്കുന്നത് 3 മീറ്ററും 4 മീറ്ററും ലെങ്ത് ഉള്ള 2 കമ്പുകൾ നിലത്ത് കുത്തിവെച്ചേക്കുവാണ്. ഈ റെഡ് കളറിലുള്ളതാണ് ആ 2 കമ്പുകൾ. ആ 2 കമ്പുകളും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്, നിലത്തുള്ള ആ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ കമ്പിന്റെ മുകളിൽ നിന്നും നിലത്തോട്ടൊരു കയറ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയ ഭാഗത്തു നിന്നും രണ്ടാമത്തെ കമ്പിന്റെ മുകളിലോട്ടും വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഈ ഒരു കമ്പിന്റെ ചുവട്ടിൽ നിന്നും ആ കയർ ഉറപ്പിച്ചേക്കുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള അകലം, അതായത് ഈ ഒരു അകലവും അതുപോലെ തന്നെ കയറിന്റെ മൊത്തം നീളവും. കയർ എവിടെ മുതൽ എവിടം വരെയാണ്? കയർ താണ്ട ഈ ഒരു കമ്പിന്റെ മുകളിൽ നിന്നും നിലത്തോട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നും അടുത്ത കമ്പിന്റെ മുകളിലോട്ടും കെട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കയറിന്റെ നീളം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ മൊത്തം, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഒരു ലെങ്തും കണ്ടുപിടിക്കണം, അതുപോലെ ഈ ഒരു അകലവും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു അകലത്തിനെ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു അകലത്തിനെ എക്സ് എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു അകലം എത്രയായിരിക്കും? നമുക്കറിയാം ഇത് മുതൽ ഇതുവരെ എത്രയാണ്? 5 മീറ്റർ ആണല്ലേ. അതിലെ കുറച്ച് ഭാഗം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? മൊത്തം 5ൽ നിന്നും ഈ എക്സ് അങ്ങ് മൈനസ് ചെയ്താൽ മതിയല്ലോ, അതായിരിക്കും ബാക്കി ഭാഗം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു കയറിന്റെ ലെങ്ത് ആണല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇതെന്താണ്? ഇത് കുത്തനെയാണ് കുത്തി വെച്ചേക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണെന്ന് പറയാം. ഇതും എന്തായിരിക്കും? ഇതും മറ്റൊരു മട്ടത്രികോണമാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ മട്ടത്രികോണം ഇതെടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഒരു സൈഡ് കിട്ടും അല്ലെ. ആ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണമാണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുന്ന് കർണം കണ്ടുപിടിക്കാം അല്ലെ. അതുപോലെ രണ്ടാമത്തെ മട്ടത്രികോണത്തിന്റെയും എന്ത് കണ്ടുപിടിക്കാം? കർണം കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ ഈ കിട്ടിയ കർണവും കൂടെ കൂട്ടുന്നതായിരിക്കുമല്ലോ ഈ കയറിന്റെ നീളം. അപ്പൊ നമുക്ക് ആദ്യം ഒന്നാമത്തെ ത്രികോണം എടുത്തിട്ട് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാം. അപ്പൊ ഇൻ ട്രയാങ്കിൾ ABC, AC² എന്ന് പറയുന്നത് എന്താണ്? AB² + BC² ആയിരിക്കും. AB² + BC². അറിയാലോ, ലംബം സ്ക്വയറും പാദം സ്ക്വയറും. അങ്ങനെയാണെങ്കിൽ AB² എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ്? 3 ആണല്ലേ. 3ന്റെ സ്ക്വയർ. BC നമ്മൾ എടുത്തേക്കുന്ന എത്രയായിട്ടാണ്? എക്സ് ആയിട്ടാണ്, എക്സിന്റെ സ്ക്വയർ. അതായത് AC² എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് എക്സിന്റെ സ്ക്വയർ x². നമുക്ക് ഇതിനെ x²നെ അങ്ങ് ആദ്യം എഴുതാം. x² + 9 ഇങ്ങനെ എഴുതാമല്ലോ. അടുത്തതായിട്ട് AC² ആണ് x² + 9 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ AC എന്തായിരിക്കും? √(x² + 9) എന്ന് കിട്ടും. അപ്പൊ AC എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? x² + √(x² + 9) എന്ന് കിട്ടി. അടുത്തതായിട്ട് ട്രയാങ്കിൾ ECD എടുക്കാം. ECD. അവിടെ ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? EC ആണല്ലേ. EC² ആണ്. EC² എന്ന് പറഞ്ഞാൽ എന്താണ്? ED² + CD² ആണല്ലേ. ED² + CD². ED എന്താണ് ഇവിടെ? 4 ആണല്ലേ. 4ന്റെ സ്ക്വയർ. CDയോ? CD എന്ന് പറയുന്നത് 5 - x ആണല്ലേ. 5 - x the whole square. അടുത്തതായിട്ട് 4ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ 16 ആണല്ലേ. 16 പ്ലസ് ഇനി അടുത്തത് 5 - x the whole square. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ആദ്യം എന്താണ്? 5ന്റെ സ്ക്വയർ a - b the whole square ചെയ്യാൻ അറിയാമല്ലോ. 5ന്റെ സ്ക്വയർ മൈനസ് a - b the whole square എങ്ങനെയാണ് ചെയ്യുന്നത്? a² - 2ab
പ്ലസ് ബി സ്ക്വയർ എന്നാണ് അല്ലേ. അപ്പൊ അതിലെ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ സ്ക്വയർ ആണ്. അത് നമ്മൾ ചെയ്ത്. അടുത്ത മൈനസ് 2ab ആണല്ലേ, 2ab. അപ്പൊ ഇവിടെ എന്താണ്? 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ്. 2 ഇൻറ്റു 5 എത്രയാണ്? 10 ആണ്. 10x പ്ലസ് അടുത്ത എന്താണ്? ബി സ്ക്വയർ ആണ് അല്ലേ, അതായത് എക്സിന്റെ സ്ക്വയർ. 16 പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 ആണ് അല്ലേ. 25 മൈനസ് 10x പ്ലസ് എക്സ് സ്ക്വയർ. നമുക്ക് ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എഴുതാം, എക്സ് സ്ക്വയർ. അടുത്ത നമുക്ക് എക്സിന്റെ ടേം എഴുതാം അല്ലെ, മൈനസ് 10x. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 10x. ഇനി ഇത് രണ്ടും പോസിറ്റീവ് നമ്പേഴ്സ് ആണ് അല്ലെ, രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. അതായത് 16നെ 25നെയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 41. ഈസിയുടെ സ്ക്വയർ ആണിതല്ലേ. അപ്പൊ ഈസി എങ്ങനെ കണ്ടുപിടിക്കും? ഈസി ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41 എന്ന് കിട്ടും അല്ലെ. ഇതാണ് ഈസി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയറിന്റെ മൊത്തം നീളം എന്താണ്? എ സിയും ഇ സിയും കൂടെ കൂട്ടുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ കയറിന്റെ നീളം എന്ന് പറയുന്നത് എ സി പ്ലസ് ഇ സി ആണല്ലേ, രണ്ടും കൂടെ കൂട്ടുന്നതാണ് അല്ലെ. അതായത് എ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 9 ആണ്, പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 41. ഇതാണ് നമ്മുടെ കയറിന്റെ മൊത്തം നീളം. ഇതെന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇത് പോളിനോമിയൽ ആണോ? എക്സിന് റൂട്ടും അതുപോലെ തന്നെ എക്സിന്റെ റെസിപ്രോക്കലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പോളിനോമിയൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ അല്ലെ, ഇതൊരു ബഹുപദമല്ലെന്ന് എഴുതാം. കാരണം എന്താണ്? സിൻസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കംസ് ഇൻ ദ എക്സ്പ്രഷൻ. അതായത് സമവാക്യത്തിൽ എന്ത് വന്നിട്ടുണ്ട്? എക്സിന്റെ വർഗ്ഗമൂലം വന്നിട്ടുണ്ട്. അടുത്തത് പേജ് നമ്പർ 184 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആയിട്ട് എഴുതണം. അതിനുശേഷം അതിൽ ഏതെല്ലാമാണ് പോളിനോമിയൽ എന്നും വിശദീകരിക്കണം. അതായത് ബഹുപദം ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദീകരിക്കണം, അതിന്റെ കാരണം എഴുതണം. അപ്പൊ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത് സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു സംഖ്യയും അതിന്റെ വ്യുൽക്രമവും, റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം അല്ലെ, വ്യുൽക്രമത്തിന്റെയും തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം അല്ലെ, അതായത് സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ഇനി ഈ സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കണം. നമുക്കറിയാം ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുക, അതിന്റെ റെസിപ്രോക്കൽ എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1/2 എന്നായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഈ സംഖ്യയുടെയും, അതായത് എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെയും റെസിപ്രോക്കൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ 1/x ആയിരിക്കും അല്ലെ. വ്യുൽക്രമം എന്ന് പറയുന്നത് എന്താണ്? 1/x ആയിരിക്കും. ഇനി ഇതിന്റെ സം എടുക്കാം നമുക്ക്. തുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക എങ്ങനെ കിട്ടും? എക്സും 1/xന്റെയും കൂടെ തുക, അതായത് എക്സ് പ്ലസ് 1/x എന്ന് കിട്ടും. ഇതൊരു പോളിനോമിയൽ ആണോ? അല്ല അല്ലെ. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വരരുത്? എക്സ് വരരുത് അല്ലെ. അപ്പൊ ഇതൊരു പോളിനോമിയൽ അല്ല. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്താ എഴുതാം? ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ അല്ലെ, ഇതൊരു ബഹുപദമല്ല. കാരണം എന്താണ്? സിൻസ് എക്സ് കംസ് ഇൻ ദ ഡിനോമിനേറ്റർ. ഛേദത്തിൽ എന്ത് വരുന്നുണ്ട്? എക്സ് വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ റൂട്ട് അല്ലെ. ഒരു നമ്പറും അതിന്റെ സ്ക്വയർ റൂട്ടും എടുത്തിട്ട് അതിന്റെ സം എടുത്താൽ പോളിനോമിയൽ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നമ്പറിനെ എന്തെടുത്തു? സംഖ്യ എക്സ് എന്നെടുത്തു. അതിന്റെ സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൂട്ട് ഓഫ് എക്സ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ തുക, ഇതിന്റെ രണ്ടിന്റെയും കൂടെ തുകയാണല്ലോ, എക്സ് പ്ലസ് റൂട്ട് എക്സ്. ഇതൊരു പോളിനോമിയൽ ആണോ? അല്ല. കാരണം എന്താണ്? സ്ക്വയർ റൂട്ട് വന്നല്ലേ, വർഗ്ഗമൂലം വന്നു. വർഗ്ഗമൂലം വന്നാൽ അതൊരു പോളിനോമിയൽ അല്ല. അപ്പൊ നമുക്ക് അവസാനം എന്തെഴുതാം? ദിസ് ഈസ് നോട്ട് എ പോളിനോമിയൽ, ഇതൊരു ബഹുപദമല്ല. കാരണം എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് കംസ് ഇൻ ദ എക്സ്പ്രഷൻ. സമവാക്യത്തിൽ എക്സിന്റെ വർഗ്ഗമൂലം വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യ, നമ്മൾ സംഖ്യ എക്സ് എന്ന് എടുത്തു, അതിന്റെ സ്ക്വയർ റൂട്ട്, വർഗ്ഗമൂലം എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. അതിനുശേഷം ഈ രണ്ട് നമ്പറിന്റെയും കൂടെ സം എടുക്കുക. സം എടുക്കുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് എഴുതാം അല്ലെ. സംഖ്യയുടെയും അതിന്റെ വർഗ്ഗമൂലത്തിന്റെയും തുക എടുക്കുക. അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസ്, വ്യത്യാസവും എടുക്കണം. അപ്പൊ അതെങ്ങനെ എഴുതാം? എക്സ് സംഖ്യ മൈനസ് വർഗ്ഗമൂലം, അതിന്റെ ഡിഫറൻസും എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ തുകയും ഈ വ്യത്യാസവും കൂടെ ഗുണിക്കണം. അതായത് പ്രോഡക്റ്റ് എടുക്കണം രണ്ടെണ്ണത്തിന്റെയും. അതായത് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്. ഇനി ഇത് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് പോളിനോമിയൽ ആണോ കിട്ടുന്നതെന്ന് നോക്കാം. എക്സ് ഗുണം എക്സ് എക്സ് സ്ക്വയർ ആണ്. അതുപോലെ തന്നെ എക്സും മൈനസ് റൂട്ട് എക്സും കൂടെ ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആണ്. പോസിറ്റീവും നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. ഇനി എക്സും റൂട്ട് എക്സും, എക്സ് റൂട്ട് എക്സ്. ഇനി അടുത്തത്
റൂട്ട് എക്സും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. റൂട്ട് എക്സും എക്സും രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലസ് വരും. അപ്പൊ എക്സ് റൂട്ട് എക്സ് എന്ന് വീണ്ടും വരും, എക്സ് റൂട്ട് എക്സ്. അടുത്ത റൂട്ട് എക്സ് ഗുണം റൂട്ട് എക്സ്, ഒന്ന് നെഗറ്റീവ് ആണ് ഒന്ന് പോസിറ്റീവ് ആണ്, അപ്പൊ വീണ്ടും എന്ത് വരും, നെഗറ്റീവ് വരും. റൂട്ട് എക്സ് ഗുണം റൂട്ട് എക്സ്, റൂട്ട് എക്സിന്റെ സ്ക്വയർ വരും അല്ലെ. രണ്ട് റൂട്ട് എക്സ് വരുന്നതുകൊണ്ട് റൂട്ട് എക്സിന്റെ സ്ക്വയർ വരും, അതായത് എക്സ് സ്ക്വയർ. ഇവിടെ നോക്കിയേ മൈനസ് എക്സ് റൂട്ട് എക്സും പ്ലസ് എക്സ് റൂട്ട് എക്സും ക്യാൻസൽ ആവുമല്ലോ. അടുത്തത് മൈനസ് റൂട്ട് എക്സിന്റെ സ്ക്വയർ ആണ്, നമുക്കറിയാം ഒരു സ്ക്വയറും ഒരു റൂട്ടും കൂടെ വരുമ്പോൾ എന്താവും, അതിൻ്റെ കൂടെ ക്യാൻസൽ ആവും അല്ലേ. ബാക്കി എന്താണ്, എക്സ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി, എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് കിട്ടി. ഇതൊരു പോളിനോമിയൽ ആണോ, ബഹുപദമാണോ, ആണല്ലേ. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിന്റെ റെസിപ്രോക്കലോ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ടോ ഒന്നും ഇവിടെ ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതൊരു പോളിനോമിയലാന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ദിസ് ഈസ് എ പോളിനോമിയൽ അല്ലെ, ഇതൊരു ബഹുപദമാണ്. കാരണം എന്താണ്, എക്സ്പൊണൻസ് ഓഫ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇവിടെ നോക്കിയേ പവറുകൾ എന്താണ്, നാച്ചുറൽ നമ്പർ ആണല്ലേ. എക്സിന്റെ പവർ 2, എക്സിന്റെ പവർ ഇവിടെ 1, അതായത് എക്സിന്റെ കൃത്യംഗങ്ങൾ എണ്ണൽ സംഖ്യകളാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പി ഓഫ് 1ഉം പി ഓഫ് 10ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 5 എന്നുള്ളത്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പി ഓഫ് 1 ആണ്. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, എക്സ് കിടക്കുന്നിടത്തെല്ലാം എന്ത് കൊടുക്കണം, 1 കൊടുക്കണം അല്ലെ. 2 ഇൻറ്റു എക്സിന് പകരം 1 കൊടുക്കുക പ്ലസ് 5. 2 ഇൻറ്റു 1 എത്രയാണ്, 2 ആണ് അല്ലെ. 2 + 5 എന്ന് പറയുന്നത് 7. അപ്പൊ ഒന്നാമത്തെ പി ഓഫ് 1 എത്ര കിട്ടി, 7 കിട്ടി. പി ഓഫ് 10ഉം കൂടെ ചെയ്യാം നമുക്ക്. അതിന്റെ പി ഓഫ് 10 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക പ്ലസ് 5. 10 ഇൻറ്റു 2 എത്രയാണ്, 20 ആണ് അല്ലെ. 20 + 5 25. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിൽ നമുക്ക് പി ഓഫ് 1 കണ്ടുപിടിക്കാം. 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 1 കൊടുക്കാം, 1ന്റെ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 1 പ്ലസ് 1. 3 ഇൻറ്റു 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്, 1 ആണല്ലേ. പ്ലസ് 6 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 6 ആണ് പ്ലസ് 1. 3 ഇൻറ്റു 1 എത്രയാണ്, 3 ആണ് പ്ലസ് 6 പ്ലസ് 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 6 3 9 1 10 എന്ന് കിട്ടും. അടുത്ത പി ഓഫ് 10 കണ്ടുപിടിക്കാം. 3 ഇൻറ്റു 10ന്റെ സ്ക്വയർ പ്ലസ് 6 ഇൻറ്റു 10 പ്ലസ് 1, അതായത് 3 ഇൻറ്റു 10ന്റെ സ്ക്വയർ എത്രയാണ്, 100 ആണ് അല്ലെ, 100 ആണ്. പ്ലസ് 6 ഇൻറ്റു 10 എന്ന് പറയുന്നത് 60 ആണ് പ്ലസ് 1. 3 ഗുണം 100 എന്ന് പറയുന്നത് 300 ആണ് അല്ലെ. 300 പ്ലസ് 60 പ്ലസ് 1, 300 60 360, 360 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 361. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് 1 ഇട്ട് കൊടുക്കാം, അതായത് 4 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. 1 ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 7. 4 ഇൻറ്റു 1 ക്യൂബ് എത്രയാണ്, 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലേ. 1 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. പ്ലസ് 2 ഇൻറ്റു 1 സ്ക്വയർ, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ് അല്ലേ. 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ. പ്ലസ് 7. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 4 × 6, 6 3 9, 9 7 16. അടുത്ത പി ഓഫ് 10 കണ്ടുപിടിക്കാം. 4 ഗുണം 10ന്റെ ക്യൂബ് പ്ലസ് 2 ഗുണം 10ന്റെ സ്ക്വയർ പ്ലസ് 3 ഗുണം 10 പ്ലസ് 7. എക്സിന്റെ സ്ഥാനത്തെല്ലാം 10 ഇട്ട് കൊടുത്താൽ മതി. 4 ഗുണം 1 കഴിഞ്ഞ് 3 0, അതാണ് 10ന്റെ ക്യൂബ്. പ്ലസ് 2 ഗുണം സ്ക്വയർ ആണല്ലേ, 100 ആണ്, അല്ലെങ്കിൽ 2 0 എന്ന് പറയാം. പ്ലസ് 3 ഗുണം 10 എന്ന് പറയുന്നത് 30 ആണ്. പ്ലസ് 7. 4 ഗുണം 1000 എന്ന് പറഞ്ഞാൽ 4000 അല്ലെ. 4000 പ്ലസ് 200 പ്ലസ് 30 പ്ലസ് 7, 4237 എന്ന് കിട്ടും അല്ലെ. 4237. നാലാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1. ഇപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് പി ഓഫ് 0 ചെയ്യാം. അതായത് എക്സിന് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക അല്ലെ. 3 ഇൻറ്റു 0 പ്ലസ് 5. 3 ഇൻറ്റു 0 എത്രയാണ്, 0 ആണ് അല്ലെ. 0 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ പി ഓഫ് 0 എത്ര കിട്ടി, എക്സിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുവാണെങ്കിൽ എത്ര കിട്ടും, 5 എന്ന് കിട്ടും അല്ലെ. അടുത്തത് എക്സിന് 1 എന്ന് ഇട്ട് കൊടുക്കുക. അതായത് 3 ഇൻറ്റു 1 പ്ലസ് 5. 3 ഗുണം 1 എന്ന് പറയുന്നത് 3 ആണ് പ്ലസ് 5, അതായത് 8 എന്ന് കിട്ടും. ഇനി -1 കൂടെ കണ്ടുപിടിക്കണം. -1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കണം, -1 കൊടുക്കണം പ്ലസ് 5.
ഇവിടെ നമുക്ക് നെഗറ്റീവിന്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയണം. അതായത് ഒരു നെഗറ്റീവും പോസിറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? +5. ഇനി എന്താണ്? ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവും കൂടെ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുക്കും. വലുത് ഏതാണ്? 5 ആണ്. 5ന്ന് 3 പോകെ 2. വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പം 2 എന്ന് കിട്ടും. രണ്ടാമത്തെ പോളിനോമിയൽ p(x) എന്ന് പറയുന്നത് 5x - 8 എന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം p(0) കണ്ടുപിടിക്കാം. അപ്പം എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി അല്ലേ? 5 × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. -8. 0ത്തിൽ നിന്നും -8 കുറച്ചാൽ എന്തായിരിക്കും ആൻസർ? -8 തന്നെയാണ് അല്ലേ? അടുത്തതായിട്ട് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കാം. അതായത് p(1) 5 × 1 -8 എന്നാണ് അല്ലേ? അതായത് 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. -8. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടെ വന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? വലുതിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിന്റെ സൈന്. 8ന്ന് 5 പോകെ 3. വലുത് ഏതാണ്? 8 ആണല്ലേ? മൈനസ് ആണ്. അപ്പം -3. അടുത്തത് എക്സിന്റെ സ്ഥാനത്ത് -1 കൊടുക്കുക. 5 × -1 -8. ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും കൂടെ വന്നല്ലേ? അപ്പൊ ആദ്യം എന്താ ചെയ്യുന്നത്? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 1 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഒരു നെഗറ്റീവും പോസിറ്റീവും കൂടെ ആയതുകൊണ്ട് ആൻസറിൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. -8. ഇത് നമുക്കറിയാമല്ലോ, 2 നെഗറ്റീവ്സ് വന്നല്ലേ? രണ്ടും സെയിം സൈൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? രണ്ടും കൂടെ കൂട്ടുക. അതേ സൈൻ തന്നെ കൊടുക്കുക. 8 × 5 എത്രയാണ്? 13 ആണ്. അതേ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ p(x) എന്ന് പറയുന്നത് 3x² + 6x + 1 എന്നാണ്. ആദ്യം p(0) കണ്ടുപിടിക്കാം. 3 × 0² ആണല്ലേ? +6 × 0 + 1. ഇവിടെ ഈ ടേം എന്താവും? 0 ആവും അല്ലെ? 0² എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. 0 × 3 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആവും. അപ്പൊ ഈ ഒരു ടേം 0 ആവും. അതുപോലെ തന്നെ 0 × 6 അതും എന്താവും? 0 ആവും അല്ലെ? അപ്പൊ ബാക്കി എന്താണ് ഇതിന്റെ ആൻസർ? 1. അപ്പൊ ഇനി അടുത്ത p(1) ചെയ്യാം. p(1) എന്ന് പറയുമ്പോൾ 3 × 1ന്റെ സ്ക്വയർ +6 × 1 + 1. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? 3 × 1 എന്ന് പറഞ്ഞാൽ 3 +6 × 1 6 ആണ് +1. 6 3 9 1 10 കിട്ടും ഇതിന്റെ ആൻസർ. അടുത്ത നോക്കിയേ, 3 × -1 ആണല്ലേ? -1ന്റെ സ്ക്വയർ +6 × -1 +1. 3 × -1ന്റെ സ്ക്വയർ എത്രയാണ്? -1ന്റെ സ്ക്വയർ +1 ആണല്ലേ? ഈ നെഗറ്റീവ്സിന്റെ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ന്യൂനസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത പോർഷൻ ആണ്. എന്നാൽ പോലും അതൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉള്ളപ്പോൾ ഒന്ന് നോക്കുക. അടുത്ത എന്താണ്? 6 × -1 അല്ലേ? ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? നെഗറ്റീവ് ആണ്. -6 +1. അടുത്ത 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ? പോസിറ്റീവ് നെഗറ്റീവും കൂടെ അടുത്ത് വരുമ്പോൾ എന്താവും? അത് നെഗറ്റീവ് ആവും അല്ലേ? ഇത് മൾട്ടിപ്ലിക്കേഷന്റെ റൂളാ. -6 + 1. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആദ്യം 2 പോസിറ്റീവ് കണ്ടോ? ഇത് രണ്ടും പോസിറ്റീവുകളാണല്ലേ? 3 1 എത്രയാണ്? 4 ആണല്ലേ? 4 - 6. വീണ്ടും എന്താണ്? ഒരു നെഗറ്റീവും പോസിറ്റീവും വന്നു. അപ്പൊ വലുതിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിന്റെ സൈൻ കൊടുക്കുക. വലുതിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ 2 കിട്ടും. വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ 6 ആണ് ഇവിടുത്തെ വലുത് അല്ലേ? അതിന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? -2. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x² - 5x + 3 എന്നാണ്. ആദ്യം p(0) കണ്ടുപിടിക്കാം. 2 × 0² - 5 × 0 + 3. നമ്മൾ എക്സിന്റെ സ്ഥാനത്തെല്ലാം 0 കൊടുത്തു. 0² എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ് അല്ലേ? അപ്പൊ 0 × 2 എന്ന് പറഞ്ഞാൽ അവിടെയും 0 വരും. -5 × 0 എത്രയാണ്? 0 ആണ്. +3. അതായത് ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അടുത്ത p(1) കണ്ടുപിടിക്കാം. p(1) എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. അതായത് 1ന്റെ സ്ക്വയർ -5 × 1 + 3. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണല്ലോ. 1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണല്ലേ? 2 - 5 × 1 എന്ന് പറഞ്ഞാൽ 5 + 3. ഇവിടെ 2 പോസിറ്റീവ് സംഖ്യകൾ കണ്ടല്ലോ. ഒന്ന് 2ഉം ഒന്ന് 3ഉം ആണല്ലേ? 3ഉം 2ഉം എത്രയാണ്? 5 ആണ്. 5ന്ന് 5 പോകെ എത്രയാണ്? 0 ആണ്. 3ഉം 2ഉം 5 ആണ്. 5 പിന്നെ ഇവിടെ ഒരു -5 ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ 0 വന്നത്. അടുത്ത p(-1) നോക്കിയാലോ. 2 × -1ന്റെ സ്ക്വയർ -5 × -1 + 3. 2 × -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? +1 ആണല്ലേ? പോസിറ്റീവ് ആണല്ലേ? 5 × 1 എത്രയാണ്? 5 ആണല്ലേ? ഇനി 2 മൈനസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു പോസിറ്റീവ് അല്ലെ? 2 നെഗറ്റീവ് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. +3. അതായത് 2 × 1 2 +5 + 3 എന്ന് കിട്ടും. എല്ലാം കൂടെ കൂട്ടാമല്ലോ. 5ഉം 2ഉം 7ഉം 3ഉം 10 എന്ന് കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് പി ഓഫ് സീറോ ചെയ്യാം. പി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ്, എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, പ്ലസ് 2 ഇൻറ്റു 0യുടെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 0 പ്ലസ് 7. സീറോയ്ക്ക് ഏത് പവർ വന്നാലും ഏത് കൃതി വന്നാലും എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ 0 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും 0 വരും. അതുപോലെ തന്നെ ഇവിടെയും 0യുടെ സ്ക്വയർ ആണ് വന്നത്. നമ്മൾ പറഞ്ഞല്ലോ സീറോയ്ക്ക് ഏത് പവർ വന്നാലും ഏത് കൃതി വന്നാലും 0 തന്നെയാണ് അല്ലെ. അതിന്റെ കൂടെ 2 കൂടെ ഗുണിച്ചാലും എന്താണ്? 0 തന്നെയാണ്. 3 ഗുണം 0 എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. പ്ലസ് 7. ഇവിടെ ആരേ ഉള്ളൂ? 7 മാത്രമേ ഉള്ളൂ അല്ലെ. അടുത്തത് പി ഓഫ് 1 ചെയ്ത് നോക്കിയാലോ. 4 ഇൻറ്റു 1ന്റെ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു 1ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 7. ഇവിടെ 4 ഇൻറ്റു 1ന്റെ ക്യൂബ് അല്ലെ. 1ന്റെ ഏത് പവർ വന്നാലും എന്തായിരിക്കും? നമ്മൾ 0യുടെ പറഞ്ഞ പോലെ തന്നെ 1ന്റെ ഏത് പവർ വന്നാലും ഏത് കൃതി വന്നാലും 1 തന്നെയായിരിക്കും. പ്ലസ് 2 ഇൻറ്റു 1ന്റെ സ്ക്വയർ, അവിടെയും എന്താണ്? 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് അല്ലെ. പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് 7. 4 ഗുണം 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 ഗുണം 1 2 പ്ലസ് 3 ഗുണം 1 3 പ്ലസ് 7. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 3 10, 10 2 12, 4 16. അടുത്ത പി ഓഫ് -1 നോക്കാം. -1 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു -1ന്റെ ക്യൂബ് പ്ലസ് 2 ഇൻറ്റു -1ന്റെ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു -1 പ്ലസ് 7. 4 ഇൻറ്റു, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം 1ന്റെ ഏതൊരു പവറും 1 തന്നെയാണ് അല്ലെ. പക്ഷെ -1ന്റെ ക്യൂബ് എന്തായിരിക്കും? അതായത് -1 ഇൻറ്റു -1 ഇൻറ്റു -1. ഇങ്ങനെയാണല്ലോ -1ന്റെ ക്യൂബിനെ എഴുതുന്നത്. 2 മൈനസുകൾ ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? അതായത് -1ന്റെ സ്ക്വയർ, അല്ലെങ്കിൽ 2 -1കൾ ഗുണിക്കുമ്പോൾ എന്താണ്? +1 കിട്ടും അല്ലെ. ഇൻറ്റു, ഇനി ഒരു -1 കൂടെ ഉണ്ടല്ലോ, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു. അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ -1 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ഏതൊരു സംഖ്യയുടെയും മൈനസിന്റെ പവർ, അത് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു നമ്പേഴ്സിന്റെയും പവറുകള്, പവർ എന്ന് പറയുന്നത് 1 തന്നെ എടുക്കാം നമുക്ക്. പവർ ഈവൻ നമ്പർ ആണെങ്കിൽ 2 4 6 8 അങ്ങനെ ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു നമ്പറിന്റെയും പവർ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് 1 3 5 7 9 അങ്ങനെ പോവാണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. ഇവിടെ നോക്കിയേ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണല്ലേ. അതുകൊണ്ട് ആൻസറിൽ എന്താണ്? മൈനസ് വന്നു, നെഗറ്റീവ് വന്നു. -2ന്റെ ക്യൂബ് ആണെങ്കിലോ ഇത് ഒരു ഓഡ് നമ്പർ ആണല്ലേ. 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ആണ്. ഇതൊരു ഓഡ് നമ്പർ ആയതുകൊണ്ട് ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും. മനസ്സിലായല്ലോ. പ്ലസ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇതെന്ന് പറഞ്ഞ ഈവൻ നമ്പർ ആണല്ലേ. അതുകൊണ്ട് ആൻസറിൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ഈ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -3 ആണല്ലേ. പ്ലസ് 7. 4 ഗുണം -1, 4 ഗുണം -1 എന്ന് പറഞ്ഞാൽ -4 ആണ്. അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവും കൂടെ വന്നു, ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? നെഗറ്റീവ് വരും. പ്ലസ് 2 -3 പ്ലസ് 7. 2 നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ. അത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം. 4 3 7. എന്നിട്ട് ആൻസറിൽ എന്താണ്? -7. നെഗറ്റീവ് സൈൻ കൊടുക്കണം അല്ലെ, 2ന് നെഗറ്റീവ് ആയതുകൊണ്ട്. അതുപോലെ 2 പോസിറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ +9. 2 പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ്. അപ്പൊ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. ഇപ്പൊ 2 എന്നാണ് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ax³ + bx² + cx + d. നമുക്ക് p of 0 നോക്കാം. a ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. 0യുടെ ക്യൂബ് പ്ലസ് b ഇൻറ്റു 0യുടെ സ്ക്വയർ പ്ലസ് c ഇൻറ്റു 0 പ്ലസ് d. 0യുടെ ഏത് പവർ വന്നാലും 0 തന്നെയാണല്ലോ. അതായത് 0 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണല്ലേ. അതുപോലെ ഇവിടെയും എന്ത് കിട്ടും? 0 വരും, ഇവിടെയും 0 വരും. പ്ലസ് d. ആൻസർ എന്ത് കിട്ടി നമുക്ക്? d എന്ന് കിട്ടി. അടുത്ത p of 1 നോക്കാം. p of 1 എന്ന് പറയുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. a ഇൻറ്റു 1ന്റെ ക്യൂബ് പ്ലസ് b ഇൻറ്റു 1ന്റെ സ്ക്വയർ പ്ലസ് c ഇൻറ്റു 1 പ്ലസ് d. 1ന്റെ ക്യൂബ് 1 തന്നെയാണല്ലോ. 1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ a പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെയാണ്. 1 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ b പ്ലസ് c ഇൻറ്റു 1c പ്ലസ് d. അപ്പൊ ഇതാണ് p of 1. ഇനി p of -1 കൂടെ ചെയ്യാം. a ഇൻറ്റു -1ന്റെ ക്യൂബ് പ്ലസ് b ഇൻറ്റു -1ന്റെ സ്ക്വയർ പ്ലസ് c ഇൻറ്റു -1 പ്ലസ് d.
എ ഇൻറ്റു -1ന്റെ ക്യൂബ് എന്താണ്? ഇതൊരു ഓഡ് നമ്പർ ആണല്ലേ, അപ്പൊ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. ബി ഇൻറ്റു ഇതൊരു ഈവൻ നമ്പർ ആണല്ലോ, അതുകൊണ്ട് ആൻസർ പോസിറ്റീവുമാണ്. സി ഇൻറ്റു -1 എന്ന് പറയുന്നത് -c പ്ലസ് ഡി. അതായത് എ ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? -a ആണല്ലേ, പ്ലസ് ബി ഇൻറ്റു 1 ബി ആണ്. ഇനി അടുത്ത് നോക്കിയ ഒരു പ്ലസും മൈനസും കൂടെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ അത് നെഗറ്റീവ് മൈനസ് ആയിട്ട് മാറും. -c പ്ലസ് ഡി. അപ്പൊ പി ഓഫ് -1 എന്ത് കിട്ടി? -a പ്ലസ് ബി -c പ്ലസ് ഡി എന്ന് കിട്ടും. അപ്പൊ ഈ ചാപ്റ്ററിലെ മുഴുവൻ എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ താങ്ക്